ശിവഗിരി മുത്തങ്ങ പോലീസ് നടപടികളെ ന്യായീകരിക്കാൻ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി നടത്തിയ വാർത്താ സമ്മേളനം സ്വന്തം കാലിൽ വെച്ച വെടിയായിപ്പോയോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. സ്വയം പ്രതിരോധത്തിനായി എ കെ ആന്റണി നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ നിയമസഭാ ചർച്ച കോൺഗ്രസിനെ പ്രതിരോധത്തിലാകും വിധം പൊതുചർച്ചയായി. എ കെ ആന്റണി രണ്ട് സംഭവങ്ങളിലും ഖേദം പ്രകടിപ്പിച്ചത് കുറ്റസമ്മതമായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ശിവഗിരി മഠം സന്യാസിമാരും SNDP മുൻ നേതൃത്വവും CK ജാനുവുമെല്ലാം ഇന്ന് രണ്ട് വിഷയത്തിലും പ്രതികരണവുമായെത്തി. 3 പതിറ്റാണ്ടിന് ശേഷവും കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കും വിധം ശിവഗിരിയിൽ 95-ൽ നടന്ന പോലീസ് നടപടി വൻ ചർച്ചയാവുകയാണ്. ഒപ്പം മുത്തങ്ങയിലെ ആദിവാസി വേട്ടയും. ആദ്യം RDX റാപ്പ് കാണാം. UDF കാലത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് എ കെ ആന്റണി ഇന്നലെ വിശദമായ വാർത്താ സമ്മേളനം നടത്തിയത്. ശിവഗിരി മുത്തങ്ങ പോലീസ് നടപടികളെ ന്യായീകരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും വർഷങ്ങൾക്കു ശേഷവും തന്നെ കടന്നാക്രമിക്കുന്നതിലായിരുന്നു ആന്റണിയുടെ പ്രയാസം. വിഷയത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ആരും പ്രതിരോധിക്കാത്തതിലുള്ള അമർഷവും എ കെ ആന്റണി തുറന്നു പറഞ്ഞിരുന്നു. ആന്റണിയുടെ വാർത്താ സമ്മേളനം അസ്ഥാനത്തായി പോയി എന്നും LDF സർക്കാരിനെതിരെ ഉയർന്ന പോലീസ് അതിക്രമ ആരോപണങ്ങളുടെ മുനയൊടിച്ചെന്നുമാണ് പ്രതിപക്ഷ നേതാവടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം. നിയമസഭയിൽ അവസാനിക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തെ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുന്നതിന് ഇത് വഴിവെച്ചു. പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിച്ച് ശിവഗിരി മുത്തങ്ങ വെടിവയ്പ്പിലേക്ക് ചർച്ച വഴിമാറിയെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. മുൻ കോൺഗ്രസ് സർക്കാരിനെതിരെ നിയമസഭയിൽ ഉയർന്നു വന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ അക്കാലത്തെ മുഖ്യമന്ത്രി നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി ഒടുവിൽ പുലിവാല് പിടിച്ച അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ. RDX റാപ്പ് ന്യൂസ് മലയാളം. ശിവഗിരി ചർച്ചയാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ചർച്ചയാകുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിൻ്റെ തീരാമുറിവാണ് ചർച്ചയാകുന്നത് എന്ന് അത് നിരീക്ഷിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഇത് സജീവ ചർച്ചയാകുന്നതിൽ UDFന് ആ തരത്തിലുള്ള ആശങ്ക സ്വാഭാവികമായിട്ടുമുണ്ട്. ശിവഗിരി മഠത്തിലെ അധികാര തർക്കമാണ് 1995 ഒക്ടോബർ 11 പോലീസ് നടപടിയിൽ കലാശിച്ചത്. നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. നിർവാഹക സമിതി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് സ്വാമി പ്രകാശാനന്ദ അടക്കം 6 സന്യാസിമാരായിരുന്നു. മറുപക്ഷമായ സ്വാമി ശാശ്വതീകാനന്ദ വിഭാഗം പക്ഷേ അധികാരം കൈമാറാൻ തയ്യാറായില്ല. വോട്ടെടുപ്പിനൊക്കെ ശേഷവും പ്രകാശാനന്ദ കോടതിയെ സമീപിച്ചു. പോലീസിനെ ഉപയോഗിച്ച് അധികാര കൈമാറ്റത്തിന് കോടതി ഉത്തരവിടുകയായിരുന്നു. പ്രകാശാനന്ദ RSS അനുകൂലിയാണെന്നും പ്രതിരോധിക്കുമെന്നും പ്രഖ്യാപിച്ച് PDP അണികളെ അയക്കുകയാണ് ഉണ്ടായത്. 500-ലേറെ പോലീസുകാർ മഠത്തിൽ പ്രവേശിച്ചു. പ്രതിഷേധക്കാരെ നേരിട്ടു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നതാണ് വസ്തുത. 2003 ജനുവരി 5-ാം തീയതി മുത്തങ്ങയിൽ ആദിവാസി ഗോത്രമഹാസഭ വനഭൂമി കയ്യേറി സമരം തുടങ്ങിയതാണ് രണ്ടാമത്തെ സംഭവം. ഫെബ്രുവരി 17-ന് കുടിലുകൾക്ക് തീയിട്ടെന്ന് ആരോപിച്ച് വനപാലകർക്കെതിരെ ഗോത്രമഹാസഭ രംഗത്ത് വന്നു. ഫെബ്രുവരി 19-ാം തീയതി ആദിവാസികൾക്കെതിരെ പോലീസ് നേരിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു. കുടിലുകൾ കത്തിച്ചു, ആദിവാസികളെ ക്രൂരമായി മർദ്ദിച്ചു. വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെടുകയുണ്ടായി. 5 പേർ കൊല്ലപ്പെട്ടു വെടിവെപ്പിൽ. പഞ്ചസാരയും മണ്ണെണ്ണയും ഉപയോഗിച്ച് ആദിവാസികളുടെ ശരീരങ്ങൾ കാട്ടിൽ കത്തിച്ചെന്ന് VS അച്യുതാനന്ദൻ അന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. VS ബഹുമാനനായ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിലും പറഞ്ഞത് തെറ്റാണ് എന്ന് ഇന്നലെ എ കെ ആന്റണി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അത്രയുമാണ് അതിൻ്റെ വിശദാംശങ്ങൾ. അതായത് ഇന്നിപ്പോൾ CK ജാനു വരികയും മറ്റു ചെയ്തു. അധികാര തർക്കകാലത്ത് അന്ന് പ്രകാശാനന്ദ പക്ഷത്തുണ്ടായിരുന്ന സ്വാമി സച്ചിദാനന്ദയാണ് ഇപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ്. അന്ന് മറ്റൊരു മാർഗവും ഇല്ലാതായതോടെയാണ് പോലീസ് നടപടി ഉണ്ടായതെന്നും അത് അനിവാര്യമായിരുന്നുവെന്നും സച്ചിദാനന്ദ ഇന്ന് പറഞ്ഞു. അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിന്ന ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അവരന്ന് അധികാര കൈമാറ്റം നടത്തിയിരുന്നുവെങ്കിൽ ശിവഗിരിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. അതിൻ്റെ വെളിച്ചത്തിൽ ഏത് ഗവൺമെൻറ്റിനും ഇങ്ങനെയുള്ളൊരു നടപടിയെ എടുക്കാൻ സാധിക്കൂ. കോടതിയുടെ നിർദ്ദേശത്തെ ലംഘിച്ചാൽ കോടതി അലക്ഷ്യമാകുമല്ല. ശാശ്വതീകാനന്ദ പക്ഷത്തുണ്ടായിരുന്ന സ്വാമി ശുഭാംഗാനന്ദയാണ് ഇപ്പോൾ മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറി. ശ്രീനാരായണീയർക്കേറ്റ മനോവിഷമം എന്ത് ചെയ്താലും മാറ്റാനാകില്ല എന്ന് സ്വാമി ശുഭാംഗാനന്ദ ഇന്ന് പറഞ്ഞു. പോലീസ് നടപടി നരനായാട്ടാണ് എന്ന് പറയുകയുണ്ടായത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരു നരനായാട്ട് തന്നെയായിരുന്നു. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ശിവഗിരിയിൽ നടന്ന ശിവഗിരിക്കേറ്റ മുറിവ്, ഗുരുദേവ വിശ്വാസികൾക്കേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങുന്നതല്ല. അത്രമാത്രം ഒരു അതിക്രമമാണ് മതേതര കേന്ദ്രത്തോട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആന്റണിയുടെ പ്രസ്താവനയിൽ ആത്മാർത്ഥതയില്ല എന്ന് SNDP യോഗം മുൻ സെക്രട്ടറി ഗോപിനാഥൻ പ്രതികരിച്ചു. ഇന്ന് ആന്റണി ശിവഗിരിയെ കലാപഭൂമിയാക്കാനാണ് ശ്രമിച്ചതെന്നും നീതിപൂർണമായ നിലപാട് നായനാർ സർക്കാരാണ് സ്വീകരിച്ചതെന്നും ഗോപിനാഥൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് ചെയ്തത് എന്നുണ്ടായിരുന്നെങ്കിൽ അതിൽ ആന്റണിക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ തെറ്റാണെന്ന് ആന്റണിക്ക് ബോധ്യം ഉണ്ടായിരുന്നത്. അതിനപ്പുറത്ത് കോടതി ഉണ്ടല്ലോ.
കോടതി ഉത്തരവനുസരിച്ചാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഇപ്പോൾ ഖേദമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഖേദിക്കുന്നതായിരുന്നു. ഞാനിനി അതിനുശേഷം ഇവിടെ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നത് ചെയ്തില്ല. ചെയ്തെങ്കിൽ ഇപ്പോൾ ആന്റണിക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരത്തില്ലായിരുന്നു. മുത്തങ്ങ വെടിവെപ്പിൽ AK ആന്റണിക്ക് മാപ്പില്ല എന്നായിരുന്നു സമരനായിക CK ജാനുവിന്റെ പ്രതികരണം. അതുകൂടെ കാണാം. എന്തൊക്കെ പറഞ്ഞാലും അന്ന് നടന്നിട്ടുള്ള ഈ പീഡന അതിക്രമ നരനായാട്ടിന് ഒരിക്കലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിന് മാപ്പ് നൽകാനേ പറ്റില്ല. മാപ്പ് എന്നുള്ള വാക്ക് ആ പീഡനത്തിന് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ അന്ന് കൊട്ടിയമായിട്ട് മനുഷ്യരല്ലാതെ എന്താ വേട്ടപ്പട്ടികളെ പോലെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഒരുത്തനെതിരെങ്കിലും ഒരു കേസെടുത്താൽ ഞങ്ങൾക്കതൊരു ആശ്വാസമാവും. മുത്തങ്ങയിലെ പോലീസ് നടപടി സായുധ കലാപം തടയാൻ UDF തീരുമാനപ്രകാരം തന്നെ നടന്നതാണ് എന്ന് K മുരളീധരന്റെ പ്രതികരണം. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതായി. മുത്തങ്ങയിലെ വന്യമൃഗ സങ്കേതങ്ങളിലൊക്കെ സായുധ കലാപത്തിൻ്റെ മോഡലിലാണ് അന്ന് ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ കടന്നുകയറ്റുണ്ടായത്. അങ്ങനെ വന്നപ്പോൾ മാത്രമല്ല പോലീസുകാരനെ ബന്ദിയാക്കി വെച്ച സാഹചര്യം ഉണ്ടായി. അന്നത് പ്രതിരോധിക്കാൻ UDFൻ്റെ നേതൃത്വത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് പോലീസ് നടപ്പാക്കിയത്. അതാണ് അതിൻ്റെ വസ്തുതകളെല്ലാം. നമുക്ക് ഈ സ്വന്തം കാലിൽ വെച്ച വെടി എന്ന് ഉള്ള പ്രയോഗത്തിന് ഇത്രമേൽ അനുചിതമായിട്ടുള്ള മറ്റൊരു ഉദാഹരണം നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനില്ല. അത് എനിക്ക് തോന്നുന്നു ഒന്ന് AK ആന്റണി വളരെ ആദർശധീരനായിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ പദവികളിലിരുന്ന ഒരു ദേശീയ തലത്തിലെ നേതാവ് എന്ന ചിത്രമാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ വന്ന് പറയുകയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ക്രൂരവുമായ 2 സംഭവങ്ങൾ എൻ്റെ കാലത്ത് എൻ്റെ കുഴപ്പം കൊണ്ട് നടന്നതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നതിന് തുല്യമായില്ലേ ഇത്? അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ശിവഗിരിയാണ് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംഭവം. തീർച്ചയായും രണ്ടും പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ശിവഗിരിയിലെ ഒരു പ്രശ്നം ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ വിഷയത്തിൽ AK ആന്റണിയുടെ പ്രതികരണം വന്നതിന് ശേഷം ശിവഗിരിയിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ കണ്ടോ? അതായത് ഈ AK ആന്റണിയുടെ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ശിവഗിരിയിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ. ഒന്ന്, ഇപ്പോഴത്തെ മഠാധിപതി പ്രസിഡന്റ് സച്ചിദാനന്ദയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. മറ്റൊന്ന്, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദയുടെ ഭാഗത്തു നിന്ന്, 2 സ്വാമിമാരുടെയും ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം മനസ്സിലാകുമല്ലോ. ആ അഭിപ്രായ ഭിന്നത, അതായത് 95-ലെ ആ അഭിപ്രായ ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ. മാത്രമല്ല ആ കാര്യത്തിൽ 2 അഭിപ്രായമാണ്. ഒന്ന്, AK ആന്റണിയുടെ നടപടി തെറ്റായിപ്പോയി എന്ന് ശുഭാംഗാനന്ദ പറയുന്നു. അപ്പുറത്ത് അത് വേറെ നിവൃത്തിയില്ലാതെ വന്ന നടപടിയാണ് എന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നു. ഇതിൽ സനീഷ് ഒരു കാര്യം എന്താണെന്നറിയോ? അവിടെ 53 സന്യാസിമാരിൽ 11 പേർ മാത്രം ഒരു പക്ഷത്ത്, ബാക്കിയുള്ളവർ മുഴുവൻ മറുപക്ഷത്ത്. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് യഥാർത്ഥത്തിൽ അട്ടിമറിച്ചത്. നമ്മളിപ്പോൾ ഈ ഓർത്തഡോക്സ് യാക്കോബായ പക്ഷങ്ങളുടെ തർക്കവും ബഹളവും ഒക്കെ പറയുമല്ലോ. അതിൽ നീതി ചില ഭാഗത്താണ് എന്ന മട്ടിലുള്ളത്, ചില കാര്യകാരണ സഹിതം ആളുകളുടെ എണ്ണവും പള്ളികളുടെ കണക്കും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമല്ലോ. ആ മട്ടിൽ നോക്കിയാൽ ഈ ശിവഗിരിയിലുണ്ടായ സംഭവത്തിൽ ബഹുഭൂരിപക്ഷം സന്യാസിമാരും അപ്പുറത്ത് ശാശ്വതികാനന്ദയ്ക്കൊപ്പമായിരുന്നു, ഇപ്പുറത്ത് കൈവല്യാനന്ദ പക്ഷമാണ്. പ്രകാശാനന്ദയാണ് പ്രസിഡന്റ് ആയതെങ്കിലും ആനന്ദ പക്ഷമാണത്. കാരണം അതിനൊരു കാരണവും കൂടിയുണ്ട്. കാരണം കൈവല്യാനന്ദ ഹിന്ദുത്വ സംവിധാനമാക്കി ശിവഗിരിയെ മാറ്റാൻ ശ്രമിക്കുന്നു, അതായിരുന്നു ആരോപണം. അപ്പോൾ അതിനെ ചെറുക്കുന്നു ഇപ്പുറത്ത് ശാശ്വതികാനന്ദ എന്നുള്ളതുമായിരുന്നു. ശാശ്വതികാനന്ദ സ്വാമി ഇവിടെ ഇല്ലാത്ത സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ 3 പേരെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് മറ്റ് സീനിയർ സന്യാസിമാർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്ഥാനാർത്ഥികളായി 3 പേരെ നിർത്തുന്നു എന്ന് പറഞ്ഞ് നിർത്തിയവരാണ്. പിന്നെ അത് പിൻവലിക്കാൻ കൈവല്യാനന്ദ സ്വാമി കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്, അതിൻ്റെ തുടക്കം. അപ്പോൾ ഇത് വസ്തുതയാണ്, ഇത് ആർക്ക് മുന്നിലും ഉള്ളതാണല്ലോ. കോടതി ഇതിനകത്ത് കുഴപ്പം കാണിച്ചിട്ടുണ്ട് ആ കാലത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ഒരൊറ്റ അന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യത്തിൻ്റെ ബെഞ്ചിലേക്ക് ഒരു ദിവസത്തേക്ക് വന്നതാണ്. ജസ്റ്റിസ് മുഹമ്മദിൻ്റെ ബെഞ്ചിൽ നിന്ന് ഒരു ദിവസത്തേക്ക് വന്ന കേസ് അത് കേട്ട് തുടങ്ങി എന്ന് ഫയലിൽ എഴുതി വെച്ചു ഇദ്ദേഹം. അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലേക്ക് തന്നെയായി. അദ്ദേഹം വന്നിട്ട് അതിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ഈ പ്രശ്നങ്ങളിലേക്ക് മുഴുവൻ വഴി തെളിക്കുന്നത്. അപ്പോൾ എന്താണ് AK ആന്റണി പിന്നീട് ചെയ്ത പണി എന്താണെന്നറിയോ? അദ്ദേഹം ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ആ സബ് കമ്മിറ്റിയെ വെച്ചിട്ട് ഇത് ഒത്തുതീർപ്പ് അനുരഞ്ജന ശ്രമങ്ങൾക്ക് വേണ്ടി മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിട്ട് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആരൊക്കെയാണ്? കുഞ്ഞാലിക്കുട്ടി, KM മാണി, ഇവരെല്ലാം അടങ്ങുന്ന ഒരു സബ് കമ്മിറ്റിയാണ് വെക്കുന്നത്. പക്ഷേ അതിൻ്റെ ചെയർമാനായ AK ആന്റണി ഒറ്റത്തവണ പോലും ആ കമ്മിറ്റി ചെയർ ചെയ്തില്ല, ഒരു തവണ പോലും ഇരുന്നില്ല. ഈ 2 പക്ഷത്തും പറയാനുള്ളത് എന്താണെന്ന് കേട്ടില്ല.
രണ്ട് പക്ഷത്തിനും പറയാനുള്ളത് എന്താണെന്ന് എ കെ ആന്റണി നേരിട്ട് കേട്ടിട്ടില്ല. അവരുടെ രണ്ടുപേർക്കും നടുവിലിരുന്ന് ഇത് കേട്ടിട്ടില്ല. അന്ന് കേരളത്തിലെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന മുഴുവൻ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ച് ഇത് മധ്യസ്ഥ ശ്രമങ്ങൾ, അടിയന്തര ശ്രമങ്ങൾ നടക്കുന്നത്. ആ കമ്മിറ്റി ഇത്രയും വലിയ സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കേട്ടിട്ടില്ല. അത് ഈ മറ്റുള്ളവർ ഈ ചർച്ചയ്ക്ക് പോയവർ പറഞ്ഞുള്ള കേൾവി മാത്രമാണ്. അദ്ദേഹം അതിലേക്ക് നേരിട്ട് ഇടപെടാൻ തന്നെ കൂട്ടാക്കിയില്ല. എന്താ കാരണം എന്നറിയോ? കോടതിയിലിരിക്കുന്ന കേസാണ്. എന്തെങ്കിലും ഒരു പരാമർശം വന്നാൽ പിന്നെ രാജിവെച്ചില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അതാ, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ രാജിവെക്കേണ്ട സാഹചര്യമൊന്നും ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഇമേജിനെ കുറിച്ചുള്ള വല്ലാത്ത ഈ അദ്ദേഹത്തിൻ്റെ ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, ആ അഡിക്ഷൻ കാരണം അദ്ദേഹം അതിന് തയ്യാറായില്ല. മാത്രമല്ല, അന്ന് KPC പ്രസിഡന്റ് വയലാർ രവിയാണ്. വയലാർ രവിയോ തലേദിവസം രാത്രി വരെ വയലാർ രവിയോട് ഇവിടെ ഈ പോലീസിൻ്റെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എ കെ ആന്റണി. ഒപ്പമുള്ള മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല. ആര് ഈ പറയുന്ന ഉപസമിതിയെ വെച്ചല്ലോ മനോരഞ്ജന ശ്രമത്തിന്, അവരോട് പറഞ്ഞിട്ടില്ല. അതിന് മധ്യസ്ഥം നിന്നവരോട് പറഞ്ഞിട്ടില്ല. ഈ ശിവഗിരിയിലെ സന്യാസിമാരോട് പറഞ്ഞിട്ടില്ല. ഒരാളോടും പറയാതെ അന്ന് ബാംഗ്ലൂർ വഴി ഇദ്ദേഹം നേരെ ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അതുകൂടി ഓർക്കണം. ഡൽഹിയിൽ എ കെ ആന്റണിക്ക് ഔദ്യോഗികമായോ വ്യക്തിപരമായോ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കേരള ഹൗസിൽ ചുമ്മാ ഇരുന്നു എന്ന് മാത്രമല്ല, അവിടെ അന്ന് പത്രക്കാർ പോയി ചോദിക്കുന്നുണ്ട് ഔദ്യോഗിക പരിപാടി ഒന്നും ഇല്ലാതെ എന്താണ് ഇവിടെ എന്ന്. മിണ്ടിയിട്ടില്ല. ഇവിടെ ഈ പോലീസ് നടപടി നടന്ന സമയത്ത് ഈ കാര്യം അവിടെ അന്ന് മറ്റേ ഇപ്പോഴത്തെ പോലെ ടെലിവിഷനിലോ ലൈവും മൊബൈൽ ഫോണും ഇല്ലാത്തത് കൊണ്ട് ആളുകൾ അറിയുന്നില്ലല്ലോ. ആ സമയത്ത് കൂടെ ഇരിപ്പുണ്ട് PJ കുര്യൻ. ഈ PJ കുര്യനോട് പറഞ്ഞിട്ടില്ല അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്നുള്ളത്. PJ കുര്യൻ പുറത്തിറങ്ങിയിട്ട് പത്രക്കാർ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചോ, ഈ ആന്റണി എന്നിട്ട് ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അതാണ് എ കെ ആന്റണി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഇപ്പോൾ കോൺഗ്രസിനെ ഇതിൽ ക്രൂശിക്കുന്നതിൽ ഒരു ശരികേടുണ്ട്. കാരണം കോൺഗ്രസ്സുകാരറിയാതെയാണ് എ കെ ആന്റണി ഇത് നടപ്പാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എ കെ ആന്റണിക്ക് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. കാരണം മാത്രമല്ല, ഭീകരമായ പോലീസ് അതിക്രമം നടന്നു. ഈ പോലീസ് അതിക്രമത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ സന്യാസിമാരുടെ തലയടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. അത് ശിവഗിരിയിൽ. അതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ ഹർത്താൽ നടന്നു, ബന്ദ് നടന്നു. അതിൽ 2 വെടിവെപ്പുണ്ടായി. അതിലൊരാൾ മരിച്ചു, 10-12 പേർക്ക് പരിക്കേറ്റു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ശിവഗിരിയിലെ അതിക്രമത്തിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. 10,500 പോലീസുകാരാണ് ഈ മൊത്തം സംഭവങ്ങളിൽ. അതായത് ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് 500 പേർ എത്തിയിട്ടുണ്ടെങ്കിൽ ശിവഗിരി കുന്നുകളുടെ ചുറ്റുമായിട്ട് 1000 പോലീസ് വേറെ വളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അതീവ രഹസ്യമായി, അതായത് അന്നത്തെ ചീഫ് സെക്രട്ടറിയും അന്നത്തെ ഹോം സെക്രട്ടറിയും നമ്മുടെ CP നായരാണ്, ഹോം സെക്രട്ടറിയും അന്നത്തെ DGPയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള രഹസ്യ നീക്കം. ഇതെന്താണ്, വേറെ നക്സലുകളെയും പിടിക്കാൻ പോവുകയാണോ? അല്ലല്ലോ. അവിടെ അടി കൊണ്ടത് ആർക്കാണെന്നറിയാവോ? ഇവർ ആമീൻ വരുമല്ലോ, ആമീൻ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് SNDPയുടെ കുറേ നേതാക്കന്മാരും സ്വാമിമാരും ഒക്കെ കൂടെ അവിടെ പോയി സ്വീകരിക്കാൻ നിൽക്കുകയാണ്. കാരണം ഇത് എന്തായാലും നടപടി ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. അപ്പോൾ നടപടി ഉണ്ടാവുന്നു. വെളുപ്പിനെ ലൈറ്റങ്ങ് ഓഫാക്കി, കറണ്ട് ശിവഗിരിയിലേക്കുള്ള കറണ്ട് കട്ട് ചെയ്തു. എന്നിട്ട് പോലീസ് അങ്ങോട്ട് ഇരച്ച് കയറിയിട്ട് അവിടെ അടിച്ച് തകർത്തു. കാണുന്നവരൊക്കെ പൂർണ്ണമായിട്ട് അടിച്ച് തകർത്തു. അതിനൊരു കാരണം പറയുന്നത്, അവിടെ എ കെ ആന്റണി തന്നെ പറഞ്ഞത്, അന്ന് ദൂരദർശനിൽ പറഞ്ഞത് അവിടെ ആയുധ കൂമ്പാരം കണ്ടെടുത്തു എന്നാണ്. പക്ഷേ രണ്ടാമത് പിന്നീട് അത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഈ മറ്റേ എന്താണ് ഏകപക്ഷീയമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് അങ്ങനെ അറിയിച്ചു. പക്ഷെ പിന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പിന്നെ മിണ്ടിയില്ല. കാരണം അങ്ങനെ ഒരു സംഗതി ഇല്ല അവിടെ. അപ്പോൾ അവിടെ ആയുധ കൂമ്പാരവും അതെ. അത് മാത്രമല്ല, വെളുപ്പിനെ അവിടെ ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്താണ് കയറി ആക്രമിക്കുന്നതെന്ന് ഓർക്കണം. അത് പോലീസ് അവിടെ എത്തുമെന്നും പോലീസ് എത്തിക്കഴിയുമ്പോൾ ആമീൻ്റെ ഇത് ഏറ്റെടുക്കൽ നടപടികൾക്ക് വേണ്ടിയിട്ട് അതിന് വഴങ്ങി കൊടുക്കണമെന്നും അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി വിളിക്കും എന്ന് പ്രതീക്ഷിച്ച് ശാശ്വതീകാനന്ദ സ്വാമി ഫോണിൻ്റെ അടുത്ത് തന്നെ കുത്തിയിരുന്നു. ഇദ്ദേഹം വിളിച്ചില്ല. അപ്പോൾ ആ സംഭവത്തിൻ്റെ, അതായത് ശിവഗിരി സംഭവത്തിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ്. മാത്രമല്ല, ആ കാലത്ത് ഇദ്ദേഹം കൂടെ നിന്ന് ആരുടെ കൂടെയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് അന്ന് ഇതിനെ ഒരു ഹിന്ദുത്വ ആശ്രമമാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തി എന്ന ആരോപണം നേരിടുന്ന സംഘത്തിനൊപ്പം അദ്ദേഹത്തിന് പിന്തുണയ്ക്കാൻ ഒറ്റയാളെ കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുള്ളൂ. എ കെ ആന്റണിയെ പിന്തുണച്ച ഒരേ ഒരാളാണ്, അത് O രാജഗോപാലാണ്. വേറൊരാൾ അന്ന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എ കെ ആന്റണിയെ ആ വിഷയത്തിൽ പിന്തുണയ്ക്കാനില്ല. ഇനി അത് തന്നെയല്ലേ മുത്തങ്ങയിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് കാണാനുള്ളത്. മുത്തങ്ങയിൽ എന്താണ് നരനായാട്ട് നടന്നത്? നമ്മളത് ഈ ശിവഗിരിയിലെ കുറെ കൂടി അന്ന് ടെലിവിഷനുകൾ ഇത്ര സജീവമല്ലാത്തതും മറ്റു കാര്യങ്ങളില്ലാത്തതും അതറിയില്ല. ഇങ്ങനെ പറഞ്ഞറിയണം, അല്ലെങ്കിൽ ഈ MS മണിയൊക്കെ എഴുതിയത് വായിച്ചിട്ട് നമ്മൾ പറയണം. പക്ഷേ ഇതല്ല, നമുക്ക് നേർക്കുനേർ അറിയാവുന്ന. അതെ അതെ. ഹർഷൻ ഇപ്പൊ പറഞ്ഞ കാര്യം അതിനകത്തുള്ള ഒരു പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമേജ് അഡിക്ഷൻ. ഇമേജിന്റെ അഡിക്ഷൻ ഇപ്പൊ തന്നെ ഹർഷ ഇപ്പോൾ വന്ന് ഇദ്ദേഹം പറയുന്നതിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോവുകയാണ്.
അവർക്ക് അവരെ പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തു നിന്നൊരു അടി കിട്ടിയിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന അവരുടെ യുവ നേതാവിൽ നിന്ന് അങ്ങേയറ്റം വലിയൊരു ചതിപ്രയോഗം കിട്ടിയിട്ട് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ നിയമസഭയ്ക്കകത്ത് നമ്മൾ അടുത്ത വിഷയം എടുക്കുകയാണത്. ഈ നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയത്തിലൂടെയൊക്കെ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റാത്ത വിധം ക്ഷീണിച്ചിരിക്കുകയാണ്. അന്നേരത്ത് ഇദ്ദേഹം വന്നിരിക്കുന്നത് എന്തിനാണ്? ഇദ്ദേഹത്തിൻ്റെ ഇമേജ് കുഴപ്പത്തിലായതുകൊണ്ടല്ലേ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ശിവഗിരി സംഭവത്തിനോ മുത്തങ്ങ പ്രശ്നത്തിനോ ഇപ്പോൾ എന്തെങ്കിലും റെലവൻസ്, ഞാൻ പറയുന്നത് രണ്ടും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, അല്ലെന്നല്ല, പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ഇമേജിനെ സംബന്ധിച്ച് മാത്രം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു കറ എന്ന നിലക്ക് മാത്രമല്ല, അത് അദ്ദേഹം അവിടെ വിശ്രമ ജീവിതത്തിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു കൊടുത്തു, അപ്പോൾ എൻ്റെ ഈ രണ്ട് പ്രശ്നങ്ങൾ എൻ്റെ മേലെ വരുമല്ലോ എന്നല്ലാതെ കോൺഗ്രസ് പാർട്ടിയെയോ UDFനെയോ കേരള രാഷ്ട്രീയത്തെയോ കേരള പൊതുസമൂഹത്തെയോ ബാധിക്കുന്ന എന്ത് സാഹചര്യം ഇപ്പോൾ ഉള്ളത്? അദ്ദേഹം AK ആന്റണി എന്ന ഇമേജ് കോൺഷ്യസ് ഇമേജിനോടുള്ള പ്രശ്നമല്ലാതെ മറ്റെന്ത് കാര്യമായി ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ വാർത്താ സമ്മേളനം നടത്താനുള്ളത്? അപ്പോൾ കോൺഗ്രസ് കുലുങ്ങിപ്പോയി. ഒന്നൊരു ചെറുപ്പക്കാരൻ അപ്പുറത്ത് നിന്നിട്ട് ഇമാതിരി ഒരു അടി ഉണ്ടാക്കി വെച്ചിട്ട് ആകെ ഒന്ന് ഷെയ്ക്കായി നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം വന്നിട്ട് ഇമാതിരി ഒരു കാര്യം കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് അഡിക്ഷൻ, എനിക്കിത് കണ്ട് ഈ പ്രശ്നങ്ങൾ ആകെപ്പാടെ പരിഗണിക്കുമ്പോൾ നമ്മൾ AK ആന്റണിയെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും ആയില്ലല്ലോ എന്നതിൽ നമ്മൾ ആശ്വസിക്കാൻ വേണ്ടത്. ഹർഷൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളുള്ള ഈ പറയുന്ന ഇമാതിരി കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ചെയ്തതെങ്കിൽ മൂപ്പര് പ്രധാനമന്ത്രിയായിട്ടായിരുന്നെങ്കിൽ രാജ്യം കുട്ടിച്ചോറായി പോയതെന്ന് എനിക്ക് തോന്നുകയാണ്. നമുക്കിത് അവസാനിപ്പിക്കാൻ കൂടുതൽ പറയേണ്ട. കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിന് ദൃശ്യം തെളിവ് സഹിതമാണ് പുറത്തു വന്നത്. ഇത്തരമൊരു പോലീസ് ക്രൂരത സമീപ ചരിത്രത്തിലൊന്നും കേരളം കണ്ടിട്ടില്ല. സഭയിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ഉത്തരം പറയിക്കാൻ തക്ക ആഘാതശേഷിയുള്ള തെളിവാണ് പ്രതിപക്ഷത്തിന് കിട്ടിയത്. എന്നിട്ടും സഭയിൽ അവർ അമ്പേ പാളി. പ്രതിപക്ഷ ആക്രമണത്തെക്കാൾ ഭരണപക്ഷത്തിൻ്റെ പ്രതിരോധം സ്കോർ ചെയ്തു. ഇതിനൊക്കെ കാരണമായത് വാർത്താ സമ്മേളനമാണ്. ശരിക്കും ആന്റണി പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ വന്നതാണോ അതോ തനിക്കെതിരെ പിണറായി കൊടുത്ത ആരോപണങ്ങൾ കൂട്ടത്തിൽ ഒരാളും മറുപടി കൊടുക്കാതിരുന്നതിന് ഒരു പണി കൊടുത്തതാണോ എന്നാരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാനാകില്ല. അടുത്ത വിഷയത്തിലേക്ക്.